ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറിലെ ടെൻസസിനെ കുറിച്ച് പഠിക്കാം. ഇത് അറിഞ്ഞിരുന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റുകൂടാതെ സംസാരിക്കാൻ കഴിയും. ഇംഗ്ലീഷ് ഗ്രാമറിൽ ടെൻസുകൾ പ്രധാനമായും 3 കാലങ്ങളെ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ അടിസ്ഥാനമാക്കിയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇവയെ ഓരോന്നിനും വീണ്ടും 4 എണ്ണം വീതമുള്ള ഉപവിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അവയാണ്: 1. പ്രസന്റ് ടെൻസ്. ഇതിന്റെ 4 ഉപവിഭാഗങ്ങളാണ്. 1. സിമ്പിൾ പ്രസന്റ് ടെൻസ്. 2. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. 3. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. 4. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി രണ്ടാമത്തെ ടെൻസ് ആണ് 2. പാസ്റ്റ് ടെൻസ്. ഇതിന്റെ 4 ഉപവിഭാഗങ്ങളാണ്. 1. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. 2. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. 3. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. 4. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി മൂന്നാമത്തെ ടെൻസ് ആണ് 3. ഫ്യൂച്ചർ ടെൻസ്. ഇതിന്റെ 4 ഉപവിഭാഗങ്ങളാണ്. 1. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. 2. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. 3. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. 4. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ടെൻസസ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സബ്ജക്റ്റ്, വെർബ് ഇവ എന്താണെന്നാണ്. ആദ്യം സബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം. ഇംഗ്ലീഷ് വ്യാകരണത്തിൽ സബ്ജക്റ്റ് അഥവാ കർത്താവ് എണ്ണത്തിന്റെ നമ്പർ അടിസ്ഥാനത്തിൽ പ്രധാനമായും 2ആയി സിംഗുലർ ആൻഡ് പ്ലൂറൽ തരംതിരിക്കാം. 1. സിംഗുലർ സബ്ജക്റ്റ് ഏകവചനം. ഒരൊറ്റ വ്യക്തി, വസ്തു, മൃഗം അല്ലെങ്കിൽ ആശയത്തെ മാത്രം സൂചിപ്പിക്കുന്നതാണ് സിംഗുലർ സബ്ജക്റ്റ്. ഉദാഹരണങ്ങൾ: നൗൺസ് നാമങ്ങൾ, എ ബോയ്, ദ ഡോഗ്, ഇന്ത്യ, രാഹുൽ, വാട്ടർ. പ്രൊനൗൺസ് സർവനാമങ്ങൾ, ഹി, ഷീ, ഇറ്റ്, ദിസ്, ദാറ്റ്. സെന്റൻസസ്: ദ ബോയ് ഈസ് പ്ലേയിങ്, കുട്ടി കളിക്കുകയാണ്. ഷീ സ്പീക്സ് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ദിസ് ബുക്ക് ഈസ് ഇൻട്രസ്റ്റിംഗ്, ഈ പുസ്തകം രസകരമാണ്. 2. പ്ലൂറൽ സബ്ജക്റ്റ് ബഹുവചനം. ഒന്നിലധികം വ്യക്തികൾ, വസ്തുക്കൾ അല്ലെങ്കിൽ ജീവികളെ സൂചിപ്പിക്കുന്നതാണ് പ്ലൂറൽ സബ്ജക്റ്റ്. ഉദാഹരണങ്ങൾ: നൗൺസ് നാമങ്ങൾ, ബോയ്സ്, ഡോഗ്സ്, ബുക്സ്, രാഹുൽ ആൻഡ് പ്രിയ. പ്രൊനൗൺസ് സർവനാമങ്ങൾ, വി, ദേ, ദീസ്, ദോസ്. സെന്റൻസസ്: ദ ബോയ്സ് ആർ പ്ലേയിങ്, കുട്ടികൾ കളിക്കുകയാണ്. ദേ സ്പീക്ക് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. രാഹുൽ ആൻഡ് പ്രിയ ആർ ഫ്രണ്ട്സ്, രാഹുലും പ്രിയയും കൂട്ടുകാരാണ്. പ്രത്യേക ശ്രദ്ധ നൽകേണ്ട വശങ്ങൾ, ഇമ്പോർട്ടന്റ് റൂൾസ്. 1. ഐ ആൻഡ് യു എന്ന സർവനാമങ്ങൾ പ്രൊനൗൺസ്. ഐ, ഞാൻ ഒരു വ്യക്തിയെ മാത്രം സൂചിപ്പിക്കുന്നതുകൊണ്ട് ഇത് സിംഗുലർ ആണ്. എങ്കിലും ഭൂരിഭാഗം വ്യാകരണ നിയമങ്ങളിലും ഇതിനോടൊപ്പം പ്ലൂറൽ വെർബിന്റെ നിയമങ്ങളാണ് വരുന്നത്. ഉദാഹരണത്തിന്, ഐ ഹാവ്, ഐ പ്ലേ എന്നാൽ പാസ്റ്റ് ടെൻസിൽ ഐ വാസ് എന്ന് ഉപയോഗിക്കുന്നു. യു, നീ, നിങ്ങൾ ഒരാളെ ഉദ്ദേശിച്ചാലും ഒന്നിലധികം പേരെ ഉദ്ദേശിച്ചാലും യു വിന് ശേഷം എപ്പോഴും പ്ലൂറൽ വെർബ് ആണ് ഉപയോഗിക്കുക. ഉദാഹരണം: യു ആർ സ്മാർട്ട്, യു ഇസ് സ്മാർട്ട് എന്ന് പറയാൻ പാടില്ല. 2. സിംഗുലർ പ്ലൂറൽ വെർബ് മാച്ചിങ് സബ്ജക്റ്റ് വെർബ് അഗ്രീമെന്റ്. സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നതിനെ ആശ്രയിച്ചാണ് അതിനുശേഷമുള്ള വെർബ് ക്രിയ തീരുമാനിക്കുന്നത്. സബ്ജക്റ്റിനെക്കുറിച്ച് ബേസിക്കായി ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറിലെ വെർബ് എന്താണെന്ന് നോക്കാം. ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ, V1, V2 and V3 refer to the 3 primary verb forms used to build tenses and communicate time. ഇംഗ്ലീഷ് വ്യാകരണത്തിൽ V1, V2, V3 എന്നിവ കാലങ്ങൾ നിർമ്മിക്കുന്നതിനും സമയം, ആശയവിനിമയം നടത്തുന്നതിനും ഉപയോഗിക്കുന്ന 3 പ്രാഥമിക ക്രിയാരൂപങ്ങളെ സൂചിപ്പിക്കുന്നു. Here is how they break down. V1, base form, the simplest, original form of the verb. Used for the present simple tense, daily routines and general truths. അവ എങ്ങനെ വിഭജിക്കപ്പെടുന്നു എന്നത് ഇതാ. V1, അടിസ്ഥാന രൂപം, ക്രിയയുടെ ഏറ്റവും ലളിതവും യഥാർത്ഥവുമായ രൂപം. വർത്തമാനകാല ലളിതമായ സമയം, ദൈനംദിന ദിനചര്യകൾ, പൊതുസത്യങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. V1, ബേസ് ഓർ പ്രസന്റ്. വർത്തമാനകാലം, സാധാരണ സംഭവങ്ങൾ. ഗോ, പോകുന്നു, പോവുക.
V2, simple past, the form used for actions that were completed in the past. V2, past simple, ഭൂതകാലം കഴിഞ്ഞുപോയ കാര്യങ്ങൾ, went പോയി. V3, past participle, the form used in perfect tenses, with has, have, had, and passive voice. V3, past participle, പൂർണ്ണ ഭൂതകാലം പൂർത്തിയായ കാര്യങ്ങൾ, gone, പോയിട്ടുണ്ട്, പോയിരുന്നു. More common examples. Regular verbs, ക്രമമുള്ള ക്രിയകൾ. For regular verbs, V2 and V3 simply end in ed. Play, V1, കളിക്കുന്നു. V2, played, കളിച്ചു. V3, played, കളിച്ചിട്ടുണ്ട്, കളിച്ചിരുന്നു. V1, work, ജോലി ചെയ്യുന്നു. V2, worked, ജോലി ചെയ്തു. V3, worked, ജോലി ചെയ്തിട്ടുണ്ട്, ചെയ്തിരുന്നു. Irregular verbs, വ്യത്യസ്തമായ ക്രിയകൾ. Irregular verbs change their spelling completely across V1, V2, and V3. V1, eat, കഴിക്കുന്നു. V2, ate, കഴിച്ചു. V3, eaten, കഴിച്ചിട്ടുണ്ട്, കഴിച്ചിരുന്നു. V1, write, എഴുതുന്നു. V2, wrote, എഴുതി. V3, written, എഴുതിയിട്ടുണ്ട്, എഴുതിയിരുന്നു. V1, see, കാണുന്നു. V2, saw, കണ്ടു. V3, seen, കണ്ടിട്ടുണ്ട്, കണ്ടിരുന്നു. How they look in sentences. V1 example. I eat an apple every day. ഞാൻ ദിവസവും ആപ്പിൾ കഴിക്കാറുണ്ട്. V2 example. I ate an apple yesterday. ഞാൻ ഇന്നലെ ഒരു ആപ്പിൾ കഴിച്ചു. V3 example. I have eaten the apple. ഞാൻ ആപ്പിൾ കഴിച്ചിട്ടുണ്ട്, കഴിച്ചു കഴിഞ്ഞു. Tip. You cannot use V3 completely alone in a simple sentence. It almost always needs a helping verb like has, have, or had before it. Example. Have gone, has written. ഇതിന്റെ അർത്ഥം ഇതാണ്. ലളിതമായ ഒരു വാക്യത്തിൽ V3 പൂർണ്ണമായും ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇതിന് എല്ലായ്പ്പോഴും has, have, അല്ലെങ്കിൽ had പോലുള്ള ഒരു സഹായക്രിയ ആവശ്യമാണ്. ഉദാഹരണത്തിന്, have gone, has written. ഇനി നമുക്ക് ടെൻസസിനെ കുറിച്ച് പഠിക്കാം. 1. Present tense, വർത്തമാനകാലം. 1. Simple present tense. Form, subject plus V1, S or ES. വിശദീകരണം, സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ, ശീലങ്ങൾ, ഹാബിറ്റ്സ്, സാർവത്രിക സത്യങ്ങൾ, യൂണിവേഴ്സൽ ട്രൂത്ത്സ് എന്നിവ പറയാൻ ഉപയോഗിക്കുന്നു. സബ്ജക്ട് സിംഗുലർ, ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ ക്രിയക്കൊപ്പം എസ് അല്ലെങ്കിൽ ഇഎസ് ചേർക്കണം. എക്സാമ്പിൾസ്. ഐ പ്ലേ ഫുട്ബോൾ, ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഷീ റീഡ്സ് ബുക്സ്, അവൾ പുസ്തകം വായിക്കാറുണ്ട്. ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. 2. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫോം, സബ്ജക്ട് പ്ലസ് ആം, ഇസ്, ആർ പ്ലസ് V1 പ്ലസ് ing. വിശദീകരണം, സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾസ്. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ, ഞാൻ ഒരു കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 3. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഫോം, സബ്ജക്ട് പ്ലസ് ഹാവ്, ഹാസ് പ്ലസ് V3. വിശദീകരണം, തൊട്ടുമുമ്പ് പൂർത്തിയായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭൂതകാലത്തിൽ നടന്നെങ്കിലും ഇപ്പോഴും അതിന്റെ ഫലം നിൽക്കുന്ന കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾസ്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്, ഞാൻ എന്റെ ഗൃഹപാഠം ചെയ്തു തീർത്തു, പൂർത്തിയാക്കിയിട്ടുണ്ട്. ഷീ ഹാസ് ലെഫ്റ്റ് ഫോർ സ്കൂൾ, അവൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. 4. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫോം, സബ്ജക്ട് പ്ലസ് ഹാവ് ബീൻ, ഹാസ് ബീൻ പ്ലസ് V1 പ്ലസ് ing. വിശദീകരണം, ഭൂതകാലത്തിൽ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്നു. പലപ്പോഴും സെൻസ്, ഫോർ എന്നിവയോടൊപ്പം. എക്സാമ്പിൾസ്. ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ 2 years, ഞാൻ 2 വർഷമായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്, രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് 2. പാസ്റ്റ് ടെൻസ്, ഭൂതകാലം. അതിൽ 1. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഫോം, സബ്ജക്ട് പ്ലസ് V2. വിശദീകരണം, ഭൂതകാലത്തിൽ നടന്ന, കഴിഞ്ഞുപോയ ഒരു സംഭവത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾസ്.
I cooked dinner yesterday. ഞാൻ ഇന്നലെ അത്താഴം പാകം ചെയ്തു. They visited Calicut last week. അവർ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് സന്ദർശിച്ചു. 2. Past continuous tense. Form, subject plus was or were plus V1 plus ing. വിശദീകരണം. ഭൂതകാലത്തിൽ ഒരു പ്രത്യേക സമയത്ത് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്നു. Examples. I was watching TV at 8 p.m. yesterday. ഞാൻ ഇന്നലെ രാത്രി 8 മണിക്ക് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. Children were playing in the rain. കുട്ടികൾ മഴയത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 3. Past perfect tense. Form, subject plus had plus V3. വിശദീകരണം. ഭൂതകാലത്തിൽ 2 കാര്യങ്ങൾ നടക്കുമ്പോൾ ആദ്യം നടന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ earlier action ഉപയോഗിക്കുന്നു. Examples. The train had left before I reached the station. ഞാൻ സ്റ്റേഷനിൽ എത്തുന്നതിനു മുൻപ് തന്നെ ട്രെയിൻ പോയിരുന്നു. She had finished the work before he came. അവൻ വരുന്നതിനു മുൻപ് അവൾ ജോലി തീർത്തിരുന്നു. 4. Past perfect continuous tense. Form, subject plus had been plus V1 plus ing. വിശദീകരണം. ഭൂതകാലത്തിൽ ഒരു നിശ്ചിത സമയത്തിന് മുൻപ് തുടങ്ങി ആ സമയത്തും തുടർന്നുകൊണ്ടിരുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്നു. Examples. They had been waiting for 2 hours when the bus arrived. ബസ് വന്നപ്പോൾ അവർ 2 മണിക്കൂറായി കാത്തുനിൽക്കുകയായിരുന്നു. 3. Future tense. ഭാവികാലം. 1. Simple future tense. Form, subject plus will plus V1. വിശദീകരണം. ഇനി ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്നു. Examples. I will call you tomorrow. ഞാൻ നിന്നെ നാളെ വിളിക്കാം. She will join the college next month. അവൾ അടുത്ത മാസം കോളേജിൽ ചേരും. 2. Future continuous tense. Form, subject plus will be plus V1 plus ing. വിശദീകരണം. ഭാവിയിൽ ഒരു പ്രത്യേക സമയത്ത് നടന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്നു. Examples. I will be traveling to Kochi at this time tomorrow. നാളെ ഈ സമയത്ത് ഞാൻ കൊച്ചിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. 3. Future perfect tense. Form, subject plus will have plus V3. വിശദീകരണം. ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാകാനിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്നു. Examples. I will have completed the project by Friday. വെള്ളിയാഴ്ചയോടെ ഞാൻ പ്രൊജക്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ടാകും. 4. Future perfect continuous tense. Form, subject plus will have been plus V1 plus ing. വിശദീകരണം. ഭാവിയിലെ ഒരു പ്രത്യേക സമയം വരെ തുടർന്നു കൊണ്ടിരിക്കാനിടയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്നു. Examples. By next year, I will have been working here for 5 years. അടുത്ത വർഷത്തോടെ ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷമാകും. ഇനി നമുക്ക് പ്ലേ എന്ന വെർബിനെ സിംഗുലർ, പ്ലൂറൽ സബ്ജക്റ്റിൽ എല്ലാ ടെൻസസിലും എങ്ങനെ മാറ്റാം എന്ന് നോക്കാം. 1. പ്രസന്റ് ടെൻസ്. വർത്തമാനകാലം. സിമ്പിൾ പ്രസന്റ്. സിംഗുലർ. He plays football every day. അവൻ ദിവസവും ഫുട്ബോൾ കളിക്കുന്നു. പ്ലൂറൽ. They play football every day. അവർ ദിവസവും ഫുട്ബോൾ കളിക്കുന്നു. Present continuous. Singular. She is playing the piano. അവൾ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. Plural. They are playing the piano. അവർ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. Present perfect. Singular. He has played the match. അവൻ മത്സരം കളിച്ചിട്ടുണ്ട്. Plural. They have played the match. അവർ മത്സരം കളിച്ചിട്ടുണ്ട്. Present perfect continuous. Singular. She has been playing for 2 hours. അവൾ 2 മണിക്കൂറായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. Plural. They have been playing for 2 hours. അവർ 2 മണിക്കൂറായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 2. Past tense. ഭൂതകാലം. Simple past. Singular. He played well yesterday. അവൻ ഇന്നലെ നന്നായി കളിച്ചു. Plural. They played well yesterday. അവർ ഇന്നലെ നന്നായി കളിച്ചു. Past continuous. Singular. She was playing chess when I arrived. ഞാൻ എത്തിയപ്പോൾ അവൾ ചെസ് കളിക്കുകയായിരുന്നു. Plural. They were playing chess when I arrived. ഞാൻ എത്തിയപ്പോൾ അവർ ചെസ് കളിക്കുകയായിരുന്നു. Past perfect.
Singular, he had played before the rain started. മഴ പെയ്യുന്നതിന് മുൻപ് അവൻ കളിച്ചിരുന്നു. Plural, they had played before the rain started. മഴ പെയ്യുന്നതിന് മുൻപ് അവർ കളിച്ചിരുന്നു. Past perfect continuous. Singular, she had been playing since morning. അവൾ രാവിലെ മുതൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Plural, they had been playing since morning. അവർ രാവിലെ മുതൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 3. Future tense, ഭാവികാലം. Simple future. Singular, he will play tomorrow. അവൻ നാളെ കളിക്കും. Plural, they will play tomorrow. അവർ നാളെ കളിക്കും. Future continuous. Singular, she will be playing at this time tomorrow. നാളെ ഈ സമയത്ത് അവൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. Plural, they will be playing at this time tomorrow. നാളെ ഈ സമയത്ത് അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. Future perfect. Singular, he will have played by 5 p.m. വൈകുന്നേരം 5 മണിയോടെ അവൻ കളിച്ചു കഴിഞ്ഞിരിക്കും. Plural, they will have played by 5 p.m. വൈകുന്നേരം 5 മണിയോടെ അവർ കളിച്ചു കഴിഞ്ഞിരിക്കും. Future perfect continuous. Singular, she will have been playing for an hour by then. അപ്പോഴേക്കും അവൾ 1 മണിക്കൂറായി കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. Plural, they will have been playing for an hour by then. അപ്പോഴേക്കും അവർ 1 മണിക്കൂറായി കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ശ്രദ്ധിക്കുക. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ ടെൻസ് എന്നിവയിൽ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും വെർബിന്റെ രൂപത്തിൽ പ്ലേഡ്, ഹാഡ് പ്ലേഡ്, വിൽ പ്ലേ മാറ്റമുണ്ടാകില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി.